ഈ അവതരണത്തിലെ എല്ലാ കലാകാരന്മാരും പുതുമുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില കുറവുകൾ ഉണ്ടായിരിക്കാം എന്നത് സഹൃദരായ നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെറ്റുകളോ പോരായ്മകളോ ഉണ്ടായാൽ അവ സ്നേഹപൂർവ്വം ക്ഷമിച്ച് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഈ കുട്ടിയെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാനും മാത്രം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? സ്വന്തം സഹോദരങ്ങളെന്ന നിലയിൽ ഞങ്ങളോട് പറയൂ. ഞങ്ങളാൽ കഴിയും വിധം നിങ്ങളെ സഹായിക്കാം. ഈ ലോകത്ത് എത്ര മനുഷ്യരാണ് ജീവന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്? അപ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവർ കിട്ടിയ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ദൈവം തന്ന ജീവിതം എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? ഭൂമിയിലെ മനോഹാരിത കണ്ടു കൊതി തീരാത്ത ഈ കുഞ്ഞുമോളെ എന്തിനാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്തായാലും ഞങ്ങളോട് പറയൂ. ഇത്ര സുന്ദരമായ ഈ ഭൂമി വിട്ടുപോകാൻ ഒരു സ്ത്രീയോ പുരുഷനോ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരും സഹായിക്കാനില്ലാതെ തീ തിന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് ഞാനും എൻ്റെ ഭർത്താവും. വ്യത്യസ്ത മതത്തിൽ നിന്നായതുകൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാർ ഇറക്കി വിട്ടു.
ഞങ്ങൾ ഈ നാട്ടിലെത്തിയത് അങ്ങനെയാണ്. പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു എൻ്റെ ഭർത്താവ്. സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മോൾ പിറന്നു. ആരുടെയും സഹായമില്ലാതെ പൊന്നുപോലെയാണ് അദ്ദേഹം ഞങ്ങളെ നോക്കിയത്. ഞങ്ങളുടെ ആഹ്ലാദകരമായ ജീവിതം കണ്ട് ദൈവത്തിന് പോലും സഹിച്ചില്ല. അതുകൊണ്ടായിരിക്കാം ശ്വാസമുട്ടലെന്ന പേരിൽ വന്ന ശത്രു അദ്ദേഹത്തിൻ്റെ കിഡ്നികൾ തയ്യാറാക്കിയത്. വർഷങ്ങളായി ഡയാലിസിസ് മൂലമാണ് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ വീട്ടുജോലി ചെയ്തു, അടുത്ത വീടുകളിലെ പറമ്പിൽ പണി ചെയ്തു. ചെറിയ രീതിയിൽ എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ പറ്റി. അവിടെയും ദൈവം എന്നെ തോൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം വയറുവേദന സഹിക്കവയ്യാതെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയ എനിക്ക് തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിലേക്ക് പോകാനാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. അപ്പോഴും ഞാൻ മനസ്സിൽ പോലും കരുതുന്നില്ല എനിക്ക് അങ്ങനെയുള്ളൊരു അസുഖം ഉണ്ടാകുമെന്ന്. വയ്യാത്ത അദ്ദേഹത്തിന് അടുത്ത വീട്ടിലെ ചേച്ചി ഏൽപ്പിച്ച് മോളെയും കൂട്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് എനിക്ക് ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജാണെന്നാണ്. ഉടനെ ഒരു സർജറി വേണം. ഞാനും കൂടി രോഗിയാണെന്നറിഞ്ഞാൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കും. എൻ്റെ മരണശേഷം എൻ്റെ മോളെ ആര് നോക്കും? 5 കുഞ്ഞുങ്ങളെ പോലും അധികം കണ്ണുകളോടെ നോക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് എൻ്റെ മോളെ ഞാൻ എങ്ങനെ ഒറ്റക്കെട്ടിട്ട് പോകും? വലിയ വീരവാദം മുഴക്കിയില്ലേ നിങ്ങൾ? പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ അവസ്ഥയിൽ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. മരിക്കണ്ട, നമുക്ക് അപ്പയുടെ അടുത്ത് പോവാ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഹലോ, ഇത് ചീഫ് അല്ലേ? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ചേച്ചി പറഞ്ഞതെല്ലാം കേട്ടു. സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ആ കുടുംബത്തിനോട് പറയണം, കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി അവർക്ക് അച്ഛനും അമ്മയ്ക്കും കുഞ്ഞിനും എന്നും താങ്ങും തണലുമായി കൂടെ ഉണ്ടാവുമെന്ന് അവരെ അറിയിക്കുക. അതോടൊപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കിറ്റും മറ്റു മരുന്നുകളും, അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മുടങ്ങാതെ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ഇതിനോടകം തന്നെ 2 ലക്ഷത്തിൽ പരം ആളുകൾക്ക് താങ്ങും തണലുമായി മാറിയിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഈ കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കാം. സമൂഹത്തിൽ സ്ത്രീ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നതിന് കാരണം എന്താണ്? സ്ത്രീകൾ സാമൂഹികമായും സാമ്പത്തികമായും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അതിന് കാരണം. അവർക്ക് അവരുടെ മാനസിക സംഘർഷങ്ങൾ തുറന്നു പറയുന്നതിന് വിശ്വസ്തരായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ലാതെ പോകുന്നത് അത് ഒരു കാരണം കൂടിയാണ്. നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ആത്മാർത്ഥ സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം സത്യസന്ധമാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകും കൂടെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക ആരോടെങ്കിലും.
നിങ്ങളെ സഹായിക്കുവാൻ ധാരാളം ആളുകൾ ചുറ്റുപാടുമുണ്ടാകും. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. സ്വയം തൊഴിലുകൾ കണ്ടെത്തുന്നതിനും നിങ്ങളെ മാനസികമായി മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഞങ്ങളുണ്ടാകും കൂടെ എപ്പോഴും. നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചേരുക, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി.